ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് നോമ്പ് വന്നിട്ട് 7 അപ്പോൾ ഗൈസ് അയാൻ എണീറ്റിട്ടുണ്ട്. അയാൻ ഉറക്കായിരുന്നു കേട്ടോ. ഇത്ര നേരം വെറുതെ ഇരുന്ന് കരയാട്ടോ. ഉറക്കം എണീറ്റേൻ്റെ ഒരു ക്ഷീണാന്ന് തോന്നുന്നുണ്ട്. എന്തിനാ കരയുന്നേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ലോഗ് വന്നിട്ട് നമ്മളെ എന്താ നോമ്പുത്തോരന്റെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ഒരു വ്ലോഗാണ് കേട്ടോ. ഇവിടെ ഒരാള് പാട്ട് പാടി നടക്കുന്നുണ്ട്. എന്താണ് നല്ല ഖുഷിയല്ലേ നിങ്ങക്ക്? കുയ് ഔ അല്ലോ അല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് വന്നിട്ട് ഒന്നുമില്ല ഗേസ്, ദിവസവും ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് ഇപ്പോൾ കോണ്ടന്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എന്താ എടുക്കാന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്താ വെച്ചാൽ നമ്മളെ നോമ്പ് തരൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വ്ലോഗാണ്. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മെമ്മൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ പോകണമെന്ന് വെച്ചാൽ ഗൈസ്, നമുക്ക് വാഴൻ്റെ ഇല ഇല്ല കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ കുറച്ച് വാഴൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടുത്ത വീട്ടിലേക്ക്. അങ്ങനെ വാഴൻ്റെ ഇല കുറച്ച് ഇതാ പറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ വാഴൻ്റെ ഇല എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കുറച്ച് ഇറച്ചിപ്പത്തിരി, ഇറച്ചിയട, വാഴയട എന്ത് വേണമെങ്കിലും പറയാം, ആ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനുള്ള വാഴകൾ പറിച്ചിട്ട് വന്നതാണ്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ വാഴൻ്റെ ഇല കഴുകിയിട്ടൊക്കെ. ഇനി നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇറച്ചി നമ്മൾ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇതൊരു മെഞ്ഞാന്നങ്ങ് എടുത്തതിൻ്റെ ബാക്കിയുള്ള ഇറച്ചിയാണ്. അപ്പോൾ നമ്മളത് ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഒരാൾ താഴേന്ന് എടുക്ക് ഉമ്മ ഉമ്മ മ മ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മോൻ അധികം സംസാരിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഉമ്മ 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 തന്നെ ഇങ്ങനെ വിളിച്ച് നടക്കും. പിന്നെ ഞങ്ങളെല്ലാവരും ഉപ്പാന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ ഉപ്പ 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 എന്നിങ്ങനെ വിളിച്ച് ഉപ്പാനെ വയ്യത്താലും നടക്കുന്നത് കാണാം കേട്ടോ. എടുക്കണം എന്നുണ്ടെങ്കിലും മൂപ്പർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും മൂപ്പർ നമ്മളെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പർ കാര്യം സാധിച്ചെടുക്കും. അപ്പോൾ എൻ്റെ മുഖത്ത് വലിയൊരു കുരു വന്നിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ അടുത്ത് കാണിച്ചു കേട്ടോ. അതെന്താണാവോ പെട്ടെന്ന്. അപ്പോൾ നമ്മളിന്ന് പൂളയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളേക്ക് പൂളയും ഇറച്ചിയാണെന്ന്? നോ, നെവർ. നമ്മൾ പൂളയും മത്തിക്കറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. പൂളക്കറി വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂള നല്ലോണം എന്താ പറയുക ഇതേപോലെ കുനുകുനാ വെട്ടി അരിഞ്ഞ് അതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ഒരു കുഞ്ഞു കുക്കറിലാണ് നമ്മളെ പൂളക്കറി വെക്കാൻ വേണ്ടി പോണത്. നമ്മളിവിടെ പൂളക്കറി എന്നാ പറയാ. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാ പറയാ എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അരിഞ്ഞു വെച്ചിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതേപോലെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3 വിസിലിന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ അത് മൂടി വെച്ചിട്ട് നമ്മൾ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി അതൊരു 3 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ആക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ പഴം നറുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പഴം നറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടാണ് കേട്ടോ. നമുക്ക് പഴം നറുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പൂളക്കും തേങ്ങ വേണേ. അപ്പോൾ നമ്മൾ കുറച്ച് പൂളക്കും അതേപോലെ പഴം നറുക്കാനും കൂടി എടുക്കുകയാണ്. പൂളക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പെരുംജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്ത്, പിന്നെ നമ്മളെ പഴം നിറച്ചതിന് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക അതേപോലെ പഞ്ചസാര ഇട്ടിട്ട് ഇതേപോലെ നെയ്യൊന്ന് പാർന്നിട്ട് നമ്മൾ നല്ലോണം എന്താ പറയുക ഒരു 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 ചെറിയൊരു റെഡ് കളർ ആവണ വരെ അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് ഓഫാക്കി വെച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമ്മളെ റമദാൻ വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളെ ഇറച്ചിപ്പത്തിരിക്കുള്ള പരിപാടി നോക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ സമൂസൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബീഫ് വെച്ചിട്ട് അപ്പോഴേക്ക് തന്നെ നമ്മളെ പൂള വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിലുള്ള വെള്ളം കുറേ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കലില്ല. കുറച്ച് മത്തി നല്ലോണം എന്താ പറയുക വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അടുപ്പിലേക്ക് വെക്കുകയാണ്. ഇത് ജസ്റ്റ് അല്ല, നന്നായിട്ടൊന്ന് വേവണം. മത്തി മൊത്തം ഇങ്ങനെ ഉടഞ്ഞ് എന്താ പറയുക മത്തീനെ കാണുന്നില്ല, ആ രീതിയിലാവണം. പിന്നെ പൂളയിൽ മത്തി ഇടുന്നത് തന്നെ കേട്ടോ ഏറ്റവും ടേസ്റ്റ്. വേറെ മീൻ ഇട്ടാലൊന്നും ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അതിനിടയ്ക്ക് നമ്മൾ ഇറച്ചിപ്പത്തിരിയുടെ മസാല കേട്ടോ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്തു. തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മാറ്റി വെക്കാം കേട്ടോ.
പിന്നെ അതാ നമ്മളെ സമൂസൻ്റെ ഇറച്ചിപ്പത്തിരിൻ്റെ മിക്സ് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇറച്ചി ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പൂളക്കറി സെറ്റായിട്ടുണ്ട്, തിളച്ച് മറിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ മസാലയൊക്കെ ഇറച്ചി അതേപോലെ ചപ്പ് പുതിന ഒക്കെ ഇട്ടിട്ട് നമ്മളിതാ ഇതേപോലെ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പഴം കൂടെ നിറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പഴം നിറക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മളെ പഴം എടുത്തിട്ട് 3 വര ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കാൻ കേട്ടോ. പലയിടത്തും പല രീതിയിലാണ് പഴം നിറക്കുന്നത്. നമ്മളിവിടെ പഴം നിറക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇതേപോലെ നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മൈദ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഈ തോല് അങ്ങോട്ട് കളഞ്ഞിട്ട് ഈ പഴം ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക റോൾ ചെയ്തിട്ട് എന്താ പറയുക നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഉസ്മാൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വരയിടുള്ളൂ, അതിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ മൈദ കലക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ഇതാക്കി വെച്ചിട്ട് പൊരിക്കുക കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളെ പഴം സെറ്റായിട്ടുണ്ട്. ഇനി മൈദ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് നമുക്കത് റെഡിയാക്കണം. അതിൻ്റെ അടുത്തത് അവിടെ പത്തിരി ഇറച്ചിപ്പത്തിരി ചൂടാണ്. ഇറച്ചിപ്പത്തിരി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ അരിപ്പത്തിരി ചൂടുന്ന ആ ഒരു മാവാണ് കേട്ടോ. എന്നിട്ട് പത്തിരി ഇങ്ങനെ എന്താ പറയുക വട്ടത്തിലാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പത്തിരി കൂടെ വെച്ചിട്ട് 2 ഭാഗത്തും വാഴ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. ഇതേപോലെ ഉണ്ടാവും അവസാനം. നമ്മൾ ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റിയിട്ടാട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഴം നിറച്ച് സെറ്റ് ആയിട്ടുണ്ട്. കൂടെ നമ്മൾ കുറച്ച് കസ്റ്റാർഡ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. وظننت أنا أني بذلك حزت غنى فوجدت أني خاسر فتلك مظاهر لا 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 نحتاج